പറയാതെയോർത്തിടും അനുരാഗഗാനം പോലെ ഒഴുകുന്ന താഴം പൂമണമിതു നാമിൻ പറയാതെയോർത്തിടും അനുരാഗഗാനം പോലെ ഒരുക്കുന്ന കൂടുന്നിതാ ഒരുക്കുന്ന കൂടുന്നിതാ മലർക്കൊമ്പിലേതോ കുയിൽ കടൽ പെറ്റൊരീ മുത്തു ഞാനെടുക്കും കാതിൽ തേൻമഴയായി കാറ്റേ കടലേ കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ മധുരമായി പാടും മണിശങ്കുകളായി കാതിൽ തേൻമഴയായി പാടു കാറ്റേ കടലേ മലരിന്റെ നാണം പോൽ അരികത്തു നിൽക്കുന്നു നീ തഴുകുന്ന നേരം പൊന്നിതളുകൾ കൂമ്പുന്ന മലരിന്റെ നാണം പോൽ അരികത്തു നിൽക്കുന്നു നീ ഒരു നാടൻ പാട്ടായിതാ നാടൻ പ്രേമത്തിന്റെ നിലയ്ക്കാത്ത പാട്ടായിതാ കടൽ തിരയാടുമി തീമണലിൽ കാതിൽ തേൻമഴയായി പാടു കാറ്റേ കടലേ കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ മധുരമായി പാടും മണിശങ്കുകളായി കാതിൽ തേൻമഴയായി പാടു കാറ്റേ കടലേ കാതിൽ തേൻമഴയായി പാടു കാറ്റേ കടലേ. നൈസ് മോളെ നൈസ്. അതെ MJ അങ്കിൾ, നമുക്ക് പണ്ടൊരു ഓറഞ്ച് ഊട്ടിയില്ലായിരുന്നു, അതുപോലെ ഒരു ഓറഞ്ച് ഊട്ടി. സാറേ പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. പിന്നെ ഈ ഡ്രസ്സ് തന്നതേ ആറ്റിങ്ങൽ ആലങ്കോട്ടിലെ റെയിൻബോ സ്റ്റിച്ചിങ് സെന്ററിലെ കുറെ ആന്റിമാരാണ്. അവർക്ക് എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കാം. ആറ്റിങ്ങലിലെ റെയിൻബോ സ്റ്റിച്ചിങ് സെന്ററിലെ ചേച്ചിമാർക്കെല്ലാം നമ്മുടെ ശിവകാമി കുട്ടിക്ക് ഉടുപ്പ് കൊടുത്ത ആന്റിമാർക്കെല്ലാം സൂപ്പർ ഉടുപ്പായിട്ട്, നല്ല കോമ്പിനേഷൻ, സിൽവറും ഓറഞ്ചും. അതെ യെസ്. ശിവകാമി കുഞ്ഞ്, എന്തോ നമ്മുടെ ശിവകാമി കുഞ്ഞ് പാടുമ്പോ കാത് കവിയും കണ്ണു നിറയും. എപ്പോഴും എനിക്ക് അങ്ങനെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ മീനുകുട്ട, എപ്പോഴും എനിക്ക് ആ ഒരു ഫീലാണ് വരണേ. അപ്പോൾ ശിവകാമി കുഞ്ഞ് നമ്മളോടെല്ലാം പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ വെച്ചാൽ ഇമോഷൻ ഫസ്റ്റ്, ടെക്നിക്സ് ലേറ്റർ. അതാണ്. അപ്പോൾ ഈ പാട്ടിൽ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്, ഇമോഷൻസും ഉണ്ട്. അപ്പോൾ മോളെ സംബന്ധിച്ചിടത്തോളം മോള് ആ ഇമോഷൻസിന് വാല്യൂ കൊടുക്കുന്നു, ടെക്നിക്സിനെക്കാളും കൂടുതൽ വാല്യൂ കൊടുക്കുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. പക്ഷെ ടെക്നിക്സിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതാണ് ആ സംഗതികൾ എന്ന് പറയുന്നത്, അല്ലേ? ആർക്കും ഈ പാട്ടെടുത്ത് പാടാനായിട്ട് വളരെ ടഫാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കാണുന്നൊരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ കുഞ്ഞാണ് ശിവകാമി കുഞ്ഞ്. ആ കുഞ്ഞിന് ഈ പാട്ട് കുറച്ച് ഭാരം കൂടുതലാണ്. പക്ഷെ ആ ഭാരം പോലും ഇങ്ങനെ ഒരു ചിരിയിൽ ഒതുക്കിക്കൊണ്ട് അതിനെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്, അതിനെ കൊണ്ടാടുന്നു. അത് ശിവകാമി കുഞ്ഞിന് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. അതിനൊരു നല്ലൊരു കൈഡി കൊടുക്കാം. പിന്നെന്താ വെച്ചാൽ ചെറിയൊരു പേടിയുള്ളതായിട്ട് എനിക്ക് അങ്കിളിന് തോന്നി. ഇല്ല, ഒരു ഗ്ലും വന്നില്ലേ? ആദ്യമായിട്ടാണ് ശിവകാമി കുഞ്ഞ് ഇന്ന് ഗ്ലും കുട്ടിയായി. അത് എന്ത് പറ്റി കാണാ? ശിവകാമി കുട്ടിക്ക് അറിഞ്ഞൂടാ, ആ സമയത്ത് അങ്ങനെ പറ്റി. ഗ്ലും ഒക്കെ വരും കേട്ടാ. അത് സാരമില്ല, നമ്മളെടുത്ത് വെളി കളഞ്ഞു. അനുരാഗ ഗാനം പോലെ എന്ന് പാടിയില്ലേ? സൂപ്പറായിരുന്നു.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുക്കുന്നു കൂടുന്നു ഇതാ കഴിഞ്ഞിട്ടൊരു ഹമ്മിങ് പാടിയില്ലേ, അതെങ്ങനെയാണ് പാടിയേ? ഒരുക്കുന്നു കൂടുന്നിതാ ഒരുക്കുന്നു കൂടുന്നിതാ. അത് നേരത്തെ പാടിയപ്പോ സൂപ്പർ ആയിരുന്നേ. അതെ, അതിനൊരു കൈഡി കൊടുക്കണം. Thank you. ഈ പ്രായത്തിൽ ഈ പാട്ട് പാടാന്ന് പറഞ്ഞാൽ സിമ്പിൾ കാര്യമല്ല. എനിക്ക് 10-55 വയസ്സുണ്ട്, എനിക്ക് പാട്ട് പാടാനേ പറ്റൂല കേട്ടോ. അപ്പൊ ശിവകാമി കുഞ്ഞിനെയൊക്കെ ഒന്ന് നമസ്കരിക്കണം. നമസ്കാരം എന്ന് പറയണം. ഈ ഒരു പാട്ട് എനിക്കൊന്ന് ശിവകാമി കുട്ടിക്ക് മാത്രമേ ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നും തോന്നുന്നുണ്ട്. ഈ ഒരു ഏജില് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അതിന്റെ എന്താ പറയാ പ്രായത്തിൽ കവിഞ്ഞ് ആ പാട്ട് പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അതും നല്ല രസത്തില് ശിവകാമിക്കുട്ടി ഓരോന്ന് പഠിക്കുന്നത് കാണുന്നുണ്ട് ഈ പാട്ടിലൂടെ. ചെറിയ ബ്രീത്തിങ്ങിന്റെ കാര്യങ്ങള്, ചില സ്ഥലത്തൊരു ഗ്യാപ്പ് എടുക്കുന്നത്. ബ്യൂട്ടിഫുൾ അറ്റംപ്റ്റ്. ഹാറ്റ്സ് ഓഫ് ടു യു ഫോർ സിംഗിങ് ഇറ്റ് ഹിയർ കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി ശിവകാമിക്കുട്ടി, ബ്യൂട്ടിഫുൾ. നന്നായിരുന്നു, നല്ല സെലക്ഷൻ, ഉഗ്രൻ സെലക്ഷൻ. അത് പാട്ടുകാർക്ക് വളരെ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് ടഫായിട്ടുള്ള പാട്ടാണ്, പക്ഷെ എല്ലാവരും പാടാൻ ഇഷ്ടപ്പെടുന്ന, കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഉഗ്രൻ മെലഡിയാണ് ഈ പാട്ട്. ഒരു ദിവസം എത്ര പ്രാവശ്യം കേട്ടാലും പിന്നെയും കേൾക്കാൻ തോന്നും. മടുപ്പ് എന്ന് പറഞ്ഞ വരികയില്ല ഈ പാട്ട്. അതെ. നേരത്തെ ആര്യ പറഞ്ഞ പോലെ ഇത് ഈ പ്രായത്തിൽ ഇങ്ങനെ പാടുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ്. ഗ്രൂമിങ്ങിന്റെ സമയത്തൊക്കെ ഇതിന് നന്നായി പാടിയെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇന്നിപ്പോൾ ചില സ്ഥലങ്ങളിൽ അതൊക്കെ ഒന്ന് സ്ലിപ്പായിട്ടുണ്ട്. പക്ഷേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല ഭാഗങ്ങളുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് നേരത്തെ MJ അങ്കിൾ പറഞ്ഞ അനുരാഗ ഗാനം പോലെ ഒരുക്കുന്നു കൂടുന്നു ഇതാ സംഗതി. പക്ഷെ ചരണത്തിൽ ഒരു നാടൻ പാട്ടായിതാ എന്ന് പാടിയ അവിടെ ആ ഹമ്മിങ് പാടിയപ്പോൾ കുറച്ചും കൂടി ഒന്ന് പെർഫെക്ഷൻ വേണമെന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ മധുരമായി പാടും മണിശങ്കർ, അത് നേരത്തെ പറഞ്ഞല്ലോ MJ അങ്കിൾ. ആദ്യത്തെ പല്ലവിയിൽ ലാസ്റ്റ് പല്ലവിയിലും കുറച്ച് സ്ലിപ്പായി. പക്ഷേ മിഡ് പല്ലവിയിൽ അനുപല്ലവി കഴിഞ്ഞ് വരുന്ന പല്ലവിയിൽ അത് കറക്റ്റായിട്ട് വന്നു, പെർഫെക്റ്റ് ആയിട്ട് വന്നു. എപ്പോഴും ഒരു ഈസി ആയിട്ട് പാടുന്ന പോലെയാണ് നമുക്ക് തോന്നാറ്. ഈ പാട്ട് പാടിയപ്പോഴും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. പക്ഷേ കുറച്ചും കൂടി പെർഫെക്ഷൻ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷെ ടഫായിട്ടുള്ള പല ഭാഗങ്ങളും ഈസി ആയിട്ട് പാടുകയും ചെയ്തു. അപ്പം എന്തായാലും മിടുക്കിയാണ്, അതിൽ യാതൊരു സംശയമില്ല. ഈ പാട്ട് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ ശിവകാമി കുഞ്ഞിന് ഇന്ന് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 97 on 100. അപ്പൊ ശിവകാമി കുട്ടി ഇനി പോയിട്ട് എന്ത് ചെയ്യാൻ പോവാ? പ്രാക്ടീസ് ചെയ്യാൻ പോവാ. കളിക്കാറുണ്ടോ പുറത്തു പോയിട്ട്? ആരുടെ കൂടെയാ കളിക്കുക ഇവിടെ? ഇവിടെ കളിക്കൂല. ഇവിടെ കളിക്കില്ല. അതെന്താ ഇവിടെ കളിക്കാത്ത? ഇവിടെ ഫ്രണ്ട്സ് കുറവാണോ? ആരാ ഫ്രണ്ട് ആരാ ഉള്ളത്? ബെസ്റ്റ് ഫ്രണ്ട് ആരാ ഇവിടുത്തെ? എല്ലാരും ബെസ്റ്റ് ഫ്രണ്ട് ആര് ചേച്ചി? എന്നാലും ഒരാളെ പറയാൻ പറ്റുവോ? ഇല്ല. വില്ലയില് ആരുടെ കൂടെ കൂടുതൽ നേരം കളിക്കാറുള്ളത്? വില്ലയില് കളിക്കുവോ? ആരുടെ പോവാറില്ല. ആരുടെ പോവാറില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതെ, ഫുൾ ടൈം. അപ്പൊ ആരുടെ കൂടെ കളിക്കുക? അനിയന്റെ കൂടെ ആണോ? ഇവര് റൂമിൽ ഒറ്റയ്ക്കിരുന്ന് ഇവർ രണ്ടുപേരും കൂടെയാണ് കളിക്കുക. പുറത്തിറങ്ങിയുള്ള കളിയൊന്നും ഇല്ല. അതെ, എന്നാ പോയി രണ്ടുപേരും കൂടെ കളിച്ചോ കേട്ടോ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. എത്ര ലെജൻസ് ആയിട്ടുള്ള ഹീറോയിൻസ് ആണല്ലേ നമുക്കുള്ളത്. പിന്നെ ഇഷ്ടം പോലെ പേര് പറഞ്ഞാൽ തീരെയില്ല. ഒരു എപ്പിസോഡ് ഫുൾ നമ്മളിരുന്ന് പറയേണ്ടി വരും. മീനൂട്ടി ആ കാറ്റഗറി പെടുന്ന ഒരു ആക്ട്രസ് ആണ്. താങ്ക് യു. പക്ഷെ നിങ്ങക്ക് വേറൊരു കാര്യം പറഞ്ഞത് ചുമ്മാ പോക്കി പറഞ്ഞല്ല. പക്ഷെ താങ്ക് യു, സന്തോഷമുണ്ട്. പക്ഷെ മതങ്ങളുടെ വേറൊരു കാര്യം അറിയോ? നമ്മുടെ കേരളത്തിലുള്ള എല്ലാ വീട്ടമ്മമാരും ഇപ്പൊ ഹീറോയിൻസ് ആണ്. എന്താ വീട്ടമ്മമാരെല്ലാം അഭിനയിക്കാൻ പോവാണോ? എന്റെ മതങ്ങൾ അതുക്കും മേലെയാണ്. നമ്മുടെ ഗവൺമെന്റിന്റെ സ്ത്രീ സുരക്ഷാ പദ്ധതി അങ്ങനെയാണ്. ശരി. ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് വീട്ടമ്മമാരുടെ അധ്വാനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതി നടപ്പാക്കുന്നത്. കുറച്ചുകൂടെ സിമ്പിളായി പറഞ്ഞു തന്നാല് വീട്ടുകാര്യങ്ങൾ നോക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും 1000 രൂപ വീതം കയ്യിൽ കിട്ടുന്ന ഒരു പദ്ധതിയാണ്. കറക്റ്റ് അല്ലേ? കറക്റ്റ്. അത് മാത്രമല്ല, സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താവല്ലാത്ത ട്രാൻസ് വുമൺ അടക്കമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ കിട്ടും. അങ്ങനെ 31.34 ലക്ഷം സ്ത്രീകൾക്കാണ് ഈ പദ്ധതി പ്രകാരം സഹായം ലഭിക്കുന്നത്. പ്രതിവർഷം 3800 കോടി ചെലവിടുന്ന പദ്ധതിക്കായിട്ട് തദ്ദേശ സ്ഥാപനങ്ങളോട് സർക്കാർ അപേക്ഷയും ക്ഷണിച്ചു കഴിഞ്ഞു. മഞ്ഞ കാർഡ്, പിങ്ക് കാർഡ് എന്നീ റേഷൻ കാർഡ് ഉള്ളവർക്കാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ അപേക്ഷിക്കാൻ പറ്റുന്നത്. അപ്പൊ മീനൂട്ടാ, എന്തോ നമുക്ക് മെല്ലെ അടുത്ത പാട്ടിലേക്ക് കടന്നാലോ? യെസ്. അപ്പൊ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനത്തെ നല്ല നല്ല ഇൻഫർമേഷനുമായിട്ട് വരാം. ഇപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കാം. യെസ്, ഓക്കെ, റെഡി.
വിദ്യാസാഗർ സാറുടെ ഹിറ്റ്സ് റൗണ്ട് ആണ് ഇനി വരാൻ പോകുന്നത്. പാടാനെത്തുന്നു എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ചക്കരക്കുട്ടൻ റിയാൻ കുട്ടൻ എത്തുന്നു. ലെറ്റ്സ് വെൽക്കം റിയാൻ ഓൺ സ്റ്റേജ്. സ്വാമിയേ ശരണമയ്യപ്പോ, ഹരിഹര സുതനേ ശരണമയ്യപ്പോ, വില്ലാളി വീരനേ ശരണമയ്യപ്പോ, ഹരിഹര സുതൻ ആനന്ദചിത്തൻ അയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പോ. സ്വാമി എന്തോ എന്ത് പറയുന്നു? ഞാന് ശബരിമലക്കൊക്കെ പോയി. പോയോ? ചുമ്മാ പറഞ്ഞതാ. ആഹാ ചുമ്മാ പറഞ്ഞ ബെസ്റ്റ്. അല്ല, ഷർട്ട് അങ്ങനെ ഇട്ടോണ്ട് ചുമ്മാ പറഞ്ഞതാ. നമുക്ക് പോണ്ടേ? പോണം, എനിക്ക് ആഴ്ച കിട്ടിയിട്ട് പോണം എന്നുണ്ട്. ആണല്ലേ? അപ്പൊ എന്തായാലും പോകാൻ പറ്റട്ടെ. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ശബരിമലയിൽ പോണം. ആണല്ലേ? അതേ എം ജി ഞങ്ങളും സെയിം വേഷത്തിൽ തന്നെയെന്ന്. കറുപ്പ് കറുപ്പ്. സാറേ, ഇന്ന് എനിക്കൊരു വിശേഷമുണ്ട്. ആ. ഞാനേ ഇന്ന് എന്റെ സ്കൂളിൽ ആനുവൽ ഡേ സെലിബ്രേഷൻ ആയിരുന്നേ. അപ്പൊ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ പാടുന്നതിന്റെ പേരില് സ്കൂൾ മാനേജ്മെന്റ് എന്റെ ആദരിച്ചു. പിന്നെ വേറെ ഒരു വിശേഷമുണ്ട്. ഇന്ന് എന്റെ അച്ഛന്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയാ. വേങ്ങോട്ടാ എന്തോ സാർ? ഇപ്പൊ പറഞ്ഞില്ലേ ആ. ഇങ്ങനെ കാഴ്ചയൊക്കെ കിട്ടട്ടെ, അതിനു വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. താങ്ക് യു അതില് സാർ. സ്വാമിയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ റിയാൻ കുട്ടന് ശബരിമലയിലും പോകാൻ പറ്റട്ടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അസാധ്യമായിട്ട് വരട്ടെ. ഓക്കെ, അതെ. താങ്ക് യു സാർ. ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ. താങ്ക് യു സാർ. എന്തായാലും വിവാഹ വാർഷികല്ലേ, അച്ഛനമ്മ ആ. സ്റ്റേജിലോട്ട് പോരട്ടെ. ഒരു കാര്യം കൂടി പറയട്ടെ. എന്താടാ? ഇത് എന്റെ അച്ഛന്റെ അമ്മയുടെയും 13ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാ. 13th അച്ഛനമ്മ anniversary. സ്റ്റേജിലോട്ട് പോരട്ടെ. അതെ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. Happy anniversary. ഹാപ്പി ആനിവേഴ്സറി. ചേട്ടാ താങ്ക് യു. ഹാപ്പി ആനിവേഴ്സറി. നല്ല രസമുണ്ട് കേട്ടോ രണ്ടുപേരും കാണാൻ. ഭസ്മക്കുറി 3 പേരും തൊട്ടിട്ടുണ്ടല്ലോ. അതെ അതെ. അപ്പൊ ഈ 13ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അങ്ങനെ നിങ്ങളുടെ രണ്ടുപേരുടെയും കൺമണിയായിട്ടുള്ള നമ്മുടെ കുട്ടൻ ഇതാ ഇങ്ങനെ റിയാൻ കുട്ടനായിട്ട് നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. ഇന്ന് ശബരിമലയിൽ പോകുന്ന പോലെ ആ വേഷത്തിലാണ് ഇവിടെ നിൽക്കണേ. ഞാനും അതേ വേഷത്തിൽ തന്നെയാ. സ്വാമി ശരണം. സ്വാമി ശരണം. സ്വാമി ഇങ്ങനെ ശബരിമല പോകുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ സ്വാമിയെയും സ്വാമി എന്ന് തന്നെ വിളിക്കുന്നത്, ഈ ഭക്തനെയും സ്വാമി എന്ന് തന്നെ വിളിക്കുന്നത് അല്ലേ? രണ്ടും സ്വാമിയാണ് അതെ. അല്ലേ? നമ്മളൊക്കെ ഒന്നായി തീരും പോകുമ്പോൾ നമ്മളെല്ലാരും. അതെ, തത്വമസി. തത്വമസി അത് തന്നെ ഇത് അതെ. ഐ ആം ദാറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അയ്യന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ കുടുംബത്തിന് ഉണ്ടാവട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റേജിൽ വരണം എന്ന് പറഞ്ഞത്. പിന്നെ റിയാൻകുട്ടൻ്റെ സംഗീതം ഇങ്ങനെ പ്രകാശപൂരിതമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റിയാൻകുട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള ദാസാറിനെ നേരിട്ട് കാണണം എന്നുള്ള സംഭവം അത് സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ശബരിമല അയ്യൻ എന്നൊക്കെ പറയുമ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയും അയ്യപ്പനെ പറ്റിയുള്ള സിനിമയാണ്. അപ്പൊ അതിലെ പാട്ടുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലെ ഒരു പാട്ടാണ് കുഞ്ഞാറ്റ പാടുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് പാടുന്നതെന്ന് പറയുന്നത്. അപ്പൊ റിയാൻകുട്ടാ, എന്തോ സാർ? നമുക്ക് വിഷയണ്ടേ? ആ, വിവാഹമംഗളാശംസകൾ അച്ഛനും അമ്മയ്ക്കും വിവാഹമംഗളാശംസകൾ അച്ഛനും അമ്മയ്ക്കും വിവാഹമംഗളാശംസകൾ അച്ഛനും അമ്മയ്ക്കും വിവാഹമംഗളാശംസകൾ. താങ്ക് യു. ഇങ്ങനെ ഒരു വെഡിങ് ആനിവേഴ്സറി വിഷന് സ്വപ്നങ്ങളിൽ മാത്രം. ചേച്ചിക്കും ചേട്ടന് എന്താ പറയാനുള്ളേ? ഇല്ല, നമ്മൾ ഈ വെഡിങ് ആനിവേഴ്സറിയിൽ സ്പെഷ്യൽ എന്ന് വെച്ചാൽ റിയാന്റെ ഇപ്പൊ ഈ പെർഫോം ചെയ്തിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് അതാണ് നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ഇതായിട്ട് കാണുന്നത് ഈ വെഡിങ് ആനിവേഴ്സറിയുടെ സമയത്ത്. അതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് അല്ലേ? അതെ, അതെ, ഇന്നത്തെ അതെ. പെർഫോമൻസ് ആണ്. അല്ലെങ്കിൽ പൊതുവെ എങ്ങനെയായിരിക്കും? ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ്, പുറത്തൊരു ഡിന്നറിന് പോകും. ആണല്ലേ? ഓക്കെ. ഓക്കെ, ഓക്കെ. താങ്ക് യു. അപ്പൊ ചേച്ചിക്കും ചേട്ടനും Welcome. ഞങ്ങളുടെ സ്പെഷ്യൽ വെഡിങ് ആനിവേഴ്സറി വിഷസ്. റിയാൻകുട്ടൻ പറഞ്ഞ പോലെ തന്നെ റിയാൻകുട്ടന്റെ എല്ലാ ആഗ്രഹവും നടക്കട്ടെ. അതാ Thank you, നമുക്ക് ചേച്ചി. എല്ലാവർക്കും പറയാനുള്ളേ. കാഴ്ച കിട്ടട്ടെ, എല്ലാരെയും കാണാൻ പറ്റട്ടെ, അയ്യപ്പനെ കാണാൻ പറ്റട്ടെ, യേശുദാസ് അങ്കിളിനെ കാണാൻ പറ്റട്ടെ, ഒക്കെ നടക്കും കേട്ടോ താങ്ക് യു റിയാൻകുട്ട. ചേച്ചി. ഓക്കെ, ചക്കര ഉമ്മ. താങ്ക് യു. ഉമ്മ. ഉമ്മ പാട്ട് ഏതാ റിയാൻകുട്ട? പമ്പാ ഗണപതി. അമ്മാ ഗണപതി. വാരിന്റെ അധിപതി. എം ജി അണ്ണനല്ലേ പാടിയത്? അതെ. ആ, ജി സാർ. ഇതിന്റെ തമിഴ് ഞാൻ പാടിയിട്ടുണ്ട്. ആ, ഏതാ? പക്ഷെ ഇത് തമിഴ് പാടിയത് സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല. പിന്നെ സിംഗപ്പൂരുള്ള ഒരു അയ്യപ്പ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് വിദ്യാസാഗർ സാർ തന്നെ ആ. ഒരു ആൽബം ചെയ്തു, 10 പാട്ടുകൾ. എനിക്ക് കേൾക്കണമായിരുന്നു. അതെ.
கணபதி பக்தரின் அதிபதி வந்தோம் உன்னைத்தானே நம்பி நின்றோம் தும்பிக்கை ஆண்டவன் மும்பி நன்மைகள் சேர்ந்திடும் வேளனை சிந்தி பம்பா கணபதி பக்தரின் அதிபதி வந்தோம் உன்னைத்தானே நம்பி நின்றோம் தும்பிக்கை ஆண்டவன் மும்பி நன்மைகள் சேர்ந்திடும் வேளனை சிந்தி வேதாந்த பொருளின் ஆதார உருவே கண்கண்ட தெய்வமாம் கலிகால பிரபுவே சரணம் பொன்னை என்னையப்பா துக்கங்கள் சகலம் நீ தீர்ப்பாய் மெய்யப்பா சுவாமியுன் சந்நிதியே சரணம் மையப்பா நெய்யபிஷேகம் சுவாமிக்கு பாலபிஷேகம் சுவாமிக்கு திருவாபரணம் சுவாமிக்கு எல்லாம் எல்லாம் சுவாமிக்கு பம்பா கணபதி பக்தரின் அதிபதி வந்தோம் உன்னைத்தானே நம்பி நின்றோம் தும்பிக்கை ஆண்டவன் மும்பி நன்மைகள் சேர்ந்திடும் வேடனை சிந்தி. MG അണ്ണൻ പാടുന്ന ഈ അയ്യപ്പൻ പാട്ടുകളുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ സിനിമാ പാട്ടുകളിൽ നിന്നും മാറി അയ്യപ്പൻ പാട്ടുകൾ എപ്പോഴും അത് ഗംഭീരാണ്. അതെ. സാമവേദ നാവിലുണർത്തിയ സ്വാമിയെ, സ്വാമിയെ. അതുപോലെ ഇഷ്ടം പോലെ പാട്ടുകൾ അദ്ദേഹത്തിന്റെ. അതെ. അതിലൊരു വണ്ടർഫുൾ സോങ് ആണ് ഇതും. എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായി MG സാർ എല്ലാ വർഷവും അയ്യപ്പന്റെ പാട്ട് ഇറക്കാറുണ്ടെന്ന്. അതെ അതെ അതെ. അതെ അതെ അതെ. അപ്പൊ നന്നായിട്ട് പാടുന്ന ഏറിയാങ്കൂട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി, ഞാൻ എന്നെ Okay. ശ്രമിക്കാം. ഓക്കെ. പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണ മന്നിൽ തന്നെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ ഇതുപോലെ തീർക്കണം മുന്നിൽ പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണ മൻപിൽ തന്നെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ ഇതുപോലെ തീർക്കണം മുന്നിൽ വേദാന്ത പൊരുളിൻ ആധാരശീലയെ കാരുണ്യ കടൽ കണ്ട കലികാല പ്രഭുവേ കണി കാണാൻ മുന്നിൽ ചെല്ലുമ്പോൾ ദുഃഖങ്ങൾ കർപ്പൂരത്തിരിയായി കത്തുമ്പോൾ അയ്യപ്പൻ കളഭച്ചാർ തണിയാൻ നിൽക്കുമ്പോൾ നെയ്യഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരുവമൃതത്വം സ്വാമിക്ക് പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണ മൻപിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ വിധിപോലെ തീർക്കണം മുന്നിൽ പന്തളനാഥൻ വൻപുലിമേലെ വന്നെഴുന്നള്ളും മാമലയിൽ മകരവിളക്കിൻ മഞ്ജുളനാളം മിഴി തെളിയാനായി കാണും ഞാൻ. പന്തളനാഥൻ വൻപുലിമേലെ വന്നെഴുന്നള്ളും മാമലയിൽ മകരവിളക്കിൻ മഞ്ജുളനാളം മിഴി തെളിയാനായി കാണും ഞാൻ. ഓദയാമയ പരാത്പര ചരണജപങ്ങളോട് നിൽക്കവേ ഓദയാമയ പരാത്പര ചരണജപങ്ങളോട് നിൽക്കവേ ഒരു നീതിരിക്കു പകരം എരിഞ്ഞു നരജന്മമെന്നു മുരുകും ആ പമ്പാ
നീതി തേടും പാവികളെ സംക്രമസന്ധ്യേ നിന്നോട് ചിമിഴി കുങ്കുമമൊഴിയും അയ്യപ്പൻ ഓ നിരാമയ നിരന്തര പ്രണവരവങ്ങളോട് നിൽക്കവേ ഓ നിരാമയ നിരന്തര പ്രണവരവങ്ങളോട് നിൽക്കവേ ഒരു നാളികേരമുടയുന്ന പോലെ ഉടയുന്നതിൻ്റെ ഹൃദയം ആ പമ്പാ ഗണപതി ആരിൻ്റെ അധിപതി കൊമ്പാർന്നുണരണമൻപിൽ തന്നെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ ഇതുപോലെ തീർക്കണം മുൻപിൽ നെയ്യഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരുവമൃതത്വം സ്വാമിക്ക് നെയ്യഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരുവമൃതത്വം സ്വാമിക്ക്. താങ്ക് യു. താങ്ക് യു അല്ലോ, സ്വാമി ശരണം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. താങ്ക് യു. സ്വാമി ശരണം. ഓക്കെ. സ്വാമി എന്തോ സാർ? കലിക്കല്ലോ സ്വാമി. താങ്ക് യു സാർ. എങ്ങനെയൊക്കെ പാടുന്ന സ്വാമി? ഞാൻ പഠിച്ചിട്ട് പാടി. അതാണ് സ്വാമി പഠിച്ചിട്ട് വന്നു. ആ ആ സൂപ്പറായിട്ട് പ്രസന്റ് ചെയ്തേട്ടാ. താങ്ക് യു സാർ. ഓ ചില ഇടങ്ങളൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ പിടിച്ചെടുത്തങ്ങ് പാടുകയല്ലേ നമ്മുടെ റിയാൻ സ്വാമി. ആ ഹമ്മിങ് ഉണ്ടല്ലോ, ആ. നമ്മുടെ ചരണം കഴിഞ്ഞിട്ട് തിരിച്ച് പല്ലവിയിലോട്ട് വരണേ, ആ ആ അത് എങ്ങനെയുണ്ടായിരുന്നു? അത് ഞാനൊക്കെ ഒപ്പിയെടുത്തു. മറ്റേ അനുപല്ലവിയുടെ ആ. അനുപല്ലവി ടു പല്ലവി ഇല്ലേ, ആ, അതിന്റെ അതെ. അകത്തെ ഹമ്മിങ് ഓടുമ്പോ എനിക്ക് പേടിയുണ്ടായിരുന്നു. അയ്യോ എനിക്ക് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. പറ്റും, പറ്റിച്ചില്ലേ? ദയാമയ പരാത്പര ശരണജ സ്വാമി അത് കറക്റ്റായിട്ട് കൊണ്ട് എത്തിച്ച്. റിയാൻ സ്വാമി കലക്കി കേട്ടോ. Thank you, sir. പറയുക മാത്രമല്ല, ആ ഋതമിൽ ഇങ്ങനെ ആ പാട്ട് പോകുന്നതിന്റെ ഭയങ്കര രസമുണ്ട്. ഈ പാട്ട് അത് റിയാൻകുട്ടൻ ഇങ്ങനെ ആ ഋതത്തിന്റെ കൂടെ ഇങ്ങനെ ഓടുകയായിരുന്നു. എൻജോയ് ചെയ്യായിരുന്നു റിയാൻകുട്ടൻ. അനുപല്ലവിയുടെയും ചരണത്തിന്റെ അവസാനത്തുള്ള ഹമ്മിങ് കലക്കി എന്നാണ് ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച്. ആ കേട്ടോ? അനുപല്ലവിയുടെ കളിക്കോ? ആ കലക്കി. താങ്ക് യു സാർ. അതൊക്കെ അയ്യന്റെ അനുഗ്രഹങ്ങളല്ലേ. ആ പിന്നെന്താ? ആ അതെ പിന്നെ എനിക്ക് ശരിയാ. മാമലയിൽ പാടിയില്ലേ, പന്തളനാഥൻ വൻപുലിമേലെ വന്നെഴുന്നള്ളും മാമലയിൽ. ആ ആ മാമലയിൽ ആ നോട്ട് എന്തായിരുന്നു? മാമലയിൽ ആ അത് എന്തോ ഇങ്ങനെ ശരിയാകാനുള്ളത് പോലെ തോന്നി അവിടെ. ആ പിന്നെ കാണും ഞാനെന്നു പാടിയില്ലേ, അത് കുറച്ചുകൂടി നന്നാക്കിക്കൂടെ. നന്നായി പാടാ മിഴി തെളിയാനായി കാണും ഞാൻ, അതെങ്ങനെ പാടി? കാണും ഞാൻ സനിധനെ അല്ലേ, കാണും സാധനെ, അതാ അങ്ങനെയാണോ? ആ സാനി സനിധനി. ഓ നാ സാനി സനി സാനി സാനി അങ്ങനെയാണോ? ആ ആ. സാനി സനിധനി. അത് അത് നന്നായി. പിന്നെ ശരണ ജപങ്ങളോടെ ഓ ദയാപര, അത് ഓ ദയാമയ പരാത്പര ശരണജപങ്ങളോട് നിൽക്കവേ ആ ഓ ദയാമയ പരാത്പര ശരണജപങ്ങളോട് നിൽക്കവേ. ആ ആ അതെന്ത് സ്വരാണ്? അയ്യോ സംഗതി ഉള്ളോണ്ട് എനിക്ക് അങ്ങനെ പറയാൻ പെട്ടിയാ? പറ്റും. സോറി പെട്ടോന്ന്. പെട്ടാ? ഇല്ല എന്റെ എവിടെയാന്ന് പറഞ്ഞാ മതി. ഏ? സാ. ആ സാ, correct. ഗുഡ് ജോബ്. ഏയ് റിയാൻകുട്ടൻ നൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടാ. അതാ അത് സബാഷ്. പമ്പ ഗണപതി എന്താ സ്വരം? തുടങ്ങുന്നത് ദാ. ആ അതാണ് തുടങ്ങുന്നത്. ദാ. പാരിന്റെ അധിപതിയോ? അതും ദാ തന്നെ. ഏതാ? അതേതാ? രീ. ഓ എനിക്ക് അയ്യോ വയ്യടാ. ശ്ശേ. കലക്കി, റിയാൻകുട്ടാ, അടിപൊളിയെടാ. സ്വാമി കലക്കി. Thank you, sir. സ്വാമി റോക്സ് കേട്ടാ. റിയാൻകുട്ടാ ഇതൊക്കെ എങ്ങനെ പഠിച്ചു? ഇതൊക്കെ ഞാൻ കേട്ടും പഠിച്ചു, പിന്നെ ഗ്രൂമേഴ്സും പഠിപ്പിച്ചു. പക്ഷെ നേരത്തെ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ലേ റിയാൻകുട്ടന് സ്വരം? ആ അത് ആ മനസ്സിലാവും. അത്ര അത്ഭുതമാണ് അങ്കിളിന് തോന്നണം ഇങ്ങനെയൊക്കെ പറയുമ്പോഴ്. അത് സഭാഷാണ് കേട്ടോ. താങ്ക് യു സാർ. അപ്പൊ സ്വാമി എന്തോ നമുക്ക് ചെറിയ പോണം കേട്ടാ. ആ ഓക്കെ
ആ അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഉടനെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ഇത് ശരിക്കും അമ്പലത്തിൽ പ്രാർത്ഥിക്കണ പോലെ. ഇത് മറ്റേ നാഗങ്ങളുടെ മുമ്പില് അവസാനം വായിച്ചിട്ട് പറയില്ല. റിയന്റെ നാളെ എത്താ? എന്റെ പൂരം. ഞാൻ മകം അടുത്ത് തന്നെയുണ്ട്. പൂരം തീർന്ന പുരുഷൻ മകം തീർന്ന എല്ലാരും നന്നായിരിക്കാൻ പ്രാർത്ഥനകൾ. ഇനി പെട്രോൾ ഇല്ല, വണ്ടി ഓടില്ല. ഇനി കുറച്ച് നക്ഷത്രങ്ങളൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേരെയും കൂടെ പാടാം. റിയാൻകുട്ടാ, എന്തോ സാർ? കൊള്ളാട്ടോ. താങ്ക് യു സാർ. പാട്ട് സെലക്ട് ചെയ്തത് കൊള്ളാം, പാടിയതും അടിപൊളി, മനോഹരമായി പാടി. താങ്ക് യു സാർ. നല്ല ഭക്തി ഉണ്ടായിരുന്നു പാടിയതില്. ആ അയ്യപ്പനെ ഭയങ്കര ഇഷ്ടാ. ആണല്ലേ? ആ. അപ്പൊ അയ്യപ്പനും ഇഷ്ടപ്പെടട്ടെ. ഓ റിയാൻകുട്ടാ, എന്തോ സാർ? കലക്കിയപ്പോ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പാടിയത്. ചില സ്ഥലങ്ങളിൽ ചില ഭാഗങ്ങൾ നമ്മൾ ആഹാ ഓഹോ എന്നൊക്കെ പറഞ്ഞു, നമ്മളെല്ലാരും കൂടി ചേർന്ന്. ചില സ്ഥലങ്ങൾ കുറച്ചൊന്ന് ഫ്ലാറ്റായി. ഇപ്പൊ പറഞ്ഞില്ലേ ചരണ ജപങ്ങൾ, എന്താ ചരണങ്ങളോടെ നിൽക്കവേ. ഫ്ലാറ്റ്, അവിടെ കുറച്ച് ഫ്ലാറ്റായി. പിന്നെ മിഡ്പല്ലവിയില് വിഘ്നങ്ങൾ എന്നൊരു ഭാഗം, അവിടെയൊക്കെ കുറച്ച് ലിറിക്സ് കുറച്ച് ക്ലാരിറ്റി കുറവ് തോന്നി. പക്ഷെ ബാക്കി പല ഭാഗങ്ങളും വളരെ മനോഹരമായിട്ട് പാടി. ടഫായിട്ടുള്ള പല ഭാഗങ്ങളും ഈസി ആയിട്ട് പാടി. അതുകൊണ്ട് ചരണത്തില് അത്ര ഇല്ലെങ്കിലും ചെറിയൊരു സംഗതിയാ അല്ലെ ചരണത്തില്. യെസ്, അതെ. അപ്പൊ അതെല്ലാം കറക്റ്റ് ആയിട്ട് വന്നു, എല്ലാം ഭംഗിയായിട്ട് പാടി. ഓക്കെ, അപ്പൊ എന്തായാലും കലക്കി മിടുക്കനാണ്. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. റിയാൻകുട്ടാ, എന്തോ ചേച്ചി? എന്ത് എൻജോയ് ചെയ്തിട്ടാ പാടുന്ന? റിയാൻകുട്ടിന്റെ ഫേവറേറ്റ് പാട്ടാണല്ലേ? എന്റെ ഫേവറേറ്റ് തന്നെ. അത് കാണാനുണ്ടായിരുന്നു. റിയാൻകുട്ടിന് ഇങ്ങനെ ഡാൻസ് ചെയ്തോണ്ടാ പാടുന്നത്. അപ്പൊ എന്തായാലും ബ്യൂട്ടിഫുൾ സിംഗിങ്, നല്ല സെലക്ഷൻ, നല്ല കോൺഫിഡൻസ് വന്നിട്ടുണ്ട് ഇപ്പൊ കേട്ടോ. മിടുക്കനായിട്ട് പാടി. ചെറിയ ശ്രുതി പ്രശ്നങ്ങൾ അവിടെ മധുചേട്ടൻ പറഞ്ഞു, MJ സാർ പറഞ്ഞു. അതൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ ചേച്ചി, മിടുക്കനാണേ. താങ്ക് യു ചേച്ചി. ശരിടാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. കുറെ ഭാഗങ്ങൾ നന്നായി എന്ന് പറഞ്ഞു, ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. കുറച്ച് ശ്രുതി പ്രശ്നങ്ങൾ, ക്ലാരിറ്റി കുറവ്. അതൊക്കെ വെച്ച് ഇന്നത്തെ മാർക്ക് കിട്ടുന്നത് 98 out of 100. താങ്ക് യു സാർ. സ്വാമി, എന്തോ സന്തോഷായോ? എനിക്ക് നല്ല സന്തോഷമായി. എന്നാലും റിയാൻകുട്ട സ്വരം കണ്ടുപിടിക്കാനുള്ള കഴിവ് അപാരമാണ് കേട്ടോ. അതെ, അത് വേറെ ലെവലാണ്. ഇത്ര കുട്ടിക്കാലത്ത് തന്നെ അത് കിട്ടിയത്. എക്സാക്ട്ലി. ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ദാറ്റ്. ഓക്കെ, മിടുക്കൻ കുട്ടി. പോവാ നമുക്ക്. പോവാം. അമ്മയ്ക്കും അച്ഛനും സ്പെഷ്യൽ ഒന്നുകൂടെ വിഷ് പറഞ്ഞോ. അച്ഛൻ അമ്മ ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി ആനിവേഴ്സറി. ഗുഡ് നൈറ്റ്. ആര് ചേച്ചി? നമുക്കൊരു ഇളക്കത്തിലുള്ള സമയമായിരിക്കുന്നു. കാരണം ചിരി റൗണ്ട് ആണ് വരാൻ പോകുന്നത്. യെസ്, നമ്മൾ ഇനി എല്ലാരും കൂടെ ചേർന്ന് കുറച്ചധികം ചിരിക്കാൻ പോവാണ്. അമ്പത്തൂരിന്ന് ഒരാളെ കൊണ്ടുവരാൻ പോവുക. പക്ഷേ എന്ന് നമ്മൾ കാണുന്ന അമ്പത്തൂരുകാരി പെൺകുട്ടിയല്ല ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ചിരി റൗണ്ടിൽ സ്പെഷ്യൽ ആയിട്ട് എത്തുന്നു നമ്മുടെ റൈക്കക്കുട്ടി. വെൽക്കം. അമ്പത്തൂർക്കാരി ഇന്ത മാതിരിയാ. ചേട്ടാ, എന്തുണ്ട് വിശേഷം? ചേട്ടന്റെ പേര്? എന്റെ പേര് കേളു. കേളു ചേട്ടൻ. அந்த மீசை நல்லா இருக்கே. மீசை முளைச்சிருக்கு. தமிழ் பேசுவீங்களா? ഇത്ര മാത്രം. மீசக்காரன் கேளுவா? ஆமா. எங்க இருந்து? தமிழ்நாட்டுல இருந்து வரேன். தமிழ்நாடுன்னு கேளுவா? தமிழ்நாட்டுல கேளு எல்லாம் இருக்குமா? ஆமா, அங்க கேளு இதுவரைக்கும் கேள்விப்படலையே. அங்க போய் செட்டில் ஆனா தமிழ்நாட்டுல ஆதித்த கேளு. பாலக்காட்டுல இருந்து தமிழ்நாட்டுக்கு போய் செட்டில் ஆனா கேளு, அதுதானா? அங்க என்ன வேலை அம்பத்தூர்ல? ചായ കടയാ? ചായക്കടയല്ല, ഒരു കള്ളുകട വെച്ച്. ചേട്ടൻ ഇതുവരെ പോവാത്ത സ്ഥലം. ഇതുവരെയ്ക്കും അങ്ക ഒരു കള്ള് ഷാപ്പിൽ ഇതുവരെയ്ക്കും പാക്കലേ. அப்படியா? நீங்க கண்டிப்பா வந்து விசிட் பண்ணுவாங்க. ஓ சரி சரி. ரெண்டு குழந்தை இருக்குல்ல உங்களுக்கு? இல்லை. ஐயோ, பொண்டாட்டி பேர் என்ன? ஐயோ,
അയ്യോ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം ഇല്ല ഇല്ല ഇല്ല, ഐ എം ഓൺലി 21 years old. കേളു ഇംഗ്ലീഷാ അതെപ്പടി இந்த மாதிரி தமிழ்நாடு தானே அங்கே சின்ன ரோட்ல நடக்கிறவங்க எல்லாம் இங்கிலீஷ் இங்கிலீஷ்ல தான் பேசுவாங்க. ஆமா. ஆமா, I'm only 21 years I'm only old. 21. കേളു തന്നെ ഇത്. എന്നാലും എന്റെ ഐശ്വര്യ റായിനെ ആക്കി വെച്ചിരിക്കുന്നത് നോക്കിയ മീശ மீச ரொம்ப நல்லா இருக்கு, அழகா இருக்கு. Thank you. உங்களுக்கு ரொம்ப மேட்ச் ஆகுது அது. Thank you. எப்ப வேணாலும் போட்டுக்கோ. இல்ல வேண்டாம், நான் கஷ்டப்பட்டு ஒட்டிட்டு வந்திருக்கேன். அப்படியா? ഒട്ടിച്ചതാ അത്. ஆமா. பார்க்கட்டும், அது ரொம்ப நல்லா இருக்கு. മൈക്കും താത്തി കൊടുക്കും, ഇത്ര മാത്രം. കറക്റ്റ്. ഒരു വര. അയ്യോ പാട്ട് പാടുമ്പോ ശ്വാസം വലിക്കുമ്പോ കേറി പോവാത്തോട്ട് അതിലെല്ലാം ചാൻസ് ഉണ്ട് കേട്ടോ. നന്നായിട്ട് വലിച്ചു നോക്കിയേ. പോയില്ല അപ്പൊ പാടാൻ ഇല്ല. പറ്റും. ഇല്ല. ഓക്കെ. ஓகே தான், எல்லாம் ஓகே. அந்த மீச பொழைச்ச பாட்டா? ஆமா. என்ன പാട്ടത്? മീശ മുളച്ചപ്പോൾ മുതൽ നമ്മുടെ വീട്ടിനടുത്തുള്ള പെണ്ണിനെ ആ പെണ്ണിനെ പാട്ടിലാക്കിയ കഥ പറഞ്ഞൊരു കോപ്പ കൂടെ വിഴുങ്ങണം. ഓ ഞാൻ വിചാരിച്ച പൊടിമീശ മുളച്ചൊരു കാലം ഇടനെഞ്ചിൽ ബാൻഡടി മേളം. ബാൻഡടി മേളം. അതാ. അല്ല, ഞാൻ വെച്ചു മീശക്കാരൻ മാധവന് ദോശ തിന്നാൻ ആശ. മച്ചേട്ടൻ എന്തെങ്കിലും വിചാരിച്ചായിരുന്നോ? ഞാൻ ഒരു പാട്ട് വിചാരിച്ചായിരുന്നു. ഏതാ? ഏതത്? കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലോ പാട്ടാന്ന് വിചാരിച്ചു. ലുക്ക് കണ്ടപ്പോ ആ, അല്ലേ? look കണ്ടപ്പോ. அதோட parody இந்த பாட்டுல இருக்கு ஓ, ஆக்சுவலி. அப்படியா? அப்படியா? ஆமா, அப்ப இது கனெக்ஷன் இருக்கு, ஏதோ ஒரு கனெக்ஷன் ஆமா. இருக்கு. இருக்கு. 12 பாட்டோட parody இந்த பாட்டுல இருக்கு. 12 அப்படியா? പാട്ടാ? ஆமா. ஓ அப்படியா? நான் மாதிரியா? லிரிக்ஸ் படிக்கிறத ஆ. 3 പേജുக்கு ലിറിക്സ് എഴുതിയിട്ടൊക്കെ പഠിച്ചേ. ஐயோ, அவ்வளவு lyrics இருக்கா அந்த എവ്വളോ பாட்டுல? ടൈം എടുത്ത നീ? ഞാൻ ഒരു 1 day ഫുള്ളா എടുത്തേൻ. லைக் ஒரு 1 hour எடுத்தது லிரிக்ஸ் படிக்க. அதுக்கப்புறம் ப்ரொனன்சியேஷன் எல்லாம் சரியாக்க ஒரு நம்ம கேளு ரொம்ப இன்டெலிஜென்ட். ഒരു വീക്ക് എടുത്താச்சு. எல்லாம் பிளான் பண்ணி தான் பண்ணுவாங்க. വാങ്ങിക്കോളൂ. ம், ശരി. okay. കേക്ക Okay, നമ്മൾ details വെയിറ്റിംഗ്. ആ ഡീറ്റെയിൽസ് മൂവി ശക്തി ഇയർ 1980. ம்ஹும். പാടിയത് 4 പേര് പാടിയിരിക്കാളെ. ഉം. അതിലൊന്ന് യേശുദാസ് സാർ, ம்ஹும். പിന്നെ എറണാകുളം ഗോപൻ സാർ, ம்ஹும். പിന്നെ KP ചന്ദ്രമോഹൻ സാർ, ஓகே. പിന്നെ ഗണേഷ് സാർ, ஓ, പിന്നെ ഇவ்வளவு പേര്? ആമാ 4 പേര് പാടുന്ന പാട്ട് 4 പേര് തനിയെ പാടി. പാടാ പോറേ. ആமா. അതും 12 പാട്ടുകളുടെ പാരഡി. പാരഡി. ഓക്കെ. അப்புறம் കമ്പോസർ KJ ജോയ് സാർ, ലിറിക്സ് ബിച്ചു തിരുമല സാർ. റെഡി അല്ലേ? കേക്കാൻ റെഡി അല്ലേ? ഓ. Now all the best. ரொம்ப ஆவலா வெயிட் பண்ணிட்டு இருக்கேன் அந்த ஆமா, பாட்டு கேளு. கேட்கறதுக்கு. Okay. ஆமா. ഓൾ ദി ബെസ്റ്റ് കേളു. Okay, കേളു Thank you. ചേട്ടാ. All the All the best. Thank you, thank you. മീശ മുളച്ചപ്പം മുതല് ഞമ്മടെ വീട്ടിനടുത്തുള്ള പെണ്ണിനെ പാട്ടിലാക്കിയ കഥ പറഞ്ഞൊരു കോപ്പ കൂടെ വിഴുങ്ങണം. മീശ മുളച്ചപ്പം മുതല് ഞമ്മടെ വീട്ടിനടുത്തുള്ള പെണ്ണിനെ പാട്ടിലാക്കിയ കഥ പറഞ്ഞൊരു കോപ്പ കൂടെ വിഴുങ്ങണം. പണ്ടൊരു ചങ്ങാതി ചത്തം കേറി അനങ്ങളും മോന്തി വലിഞ്ഞു കേറി പിടിതെറ്റിപ്പോവം നിലത്ത് വീണു. പണി തീർന്നു ചങ്ങാതി ചത്തും പോയി. പനയിൽ കേറുവാൻ പോകുമ്പോൾ പതിവായി മോന്തുവാൻ പാടുണ്ടോ? ഓയ് ചങ്ങാതി ചങ്ങാതി തനിക്കിത് കൊള്ളാമോ കൊള്ളാമോ? ഓയ് ചങ്ങാതി ചങ്ങാതി തനിക്കിത് കൊള്ളാമോ കൊള്ളാമോ? ഷാപ്പിന്റെ മൂലയിൽ കുടത്തിലിരിക്കുന്നവൻ
ഇത്രയും റിലിക്സ് എങ്ങനെ കാണാൻ പഠിച്ചു? അതെ അതെ ഞാൻ சொன்னேனே ഒരു ഡേ ഫുൾ ഉட்கார்ந்து പഠിச்சேன். ഒരു ഡേ കേളു പവർ. இந்த 3 பேஜ் அப்படியே 3 இதை தூக்கிட்டு தானே படிச்சேன். ஆமா. ഒരു എത്രയോ ഹോഴ്സ് പവർ இருக்கிற ഒരു മോട്ടോർ ഓടുறது மாதிரி இருக்கு. Thank you. 12 பாட்டு. அது மட்டும் இல்ல, ഓരോ പാട്ടോட அதுல என்ன இருக்கு அதெல்லாம் கரெக்ட் ஆயிட்டு வந்தது. எஸ், அந்த ஆக்ஷன் கூட. ஆக்ஷன் கூட. ஆமா, அந்த உட்கார்ந்து பாடினே அதெல்லாம் நல்லா இருந்தது. Thank you. அந்த ஒரு முகம் ஒரு வாட்டி கூடி. Okay. அப்படி உட்கார்ந்து பாடுங்க. ഒരു കൂടം മാത്രം മുന്നിൽ ഒരു തുടം മാത്രം കയ്യിൽ കുടിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ. അത് ശരിക്കും കുടിയന്മാര് പറഞ്ഞ പോലെ തന്നെ. എന്താ പാടിയത്? എന്താ? ഒരു കുടം മാത്രം മുന്നിൽ ഒരു തുടം മാത്രം കയ്യിൽ കുടിക്കുവാൻ കഴിഞ്ഞില്ല. കുടിക്കുവാൻ എന്നൊക്കെയാണ് പാടിയത്. അത്രയായില്ലെങ്കിലും കുറച്ച് അങ്ങനെയൊക്കെ വന്നു. മലയാളം അല്ലേ? അതെ. മലയാളം നന്നായിട്ട് വന്നു കേട്ടോ. അതെ, കറക്റ്റ് ആയിട്ട് ആ നാടൻ കള്ളു ഭാഷയിൽ അതെ 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 കറക്റ്റ് ആയിട്ട് വന്നു. നാടൻ കേളു. നാടൻ കേളു. Thank you. പിന്നെ ഇടയ്ക്ക് ഒരു ഹയ്യടാ മീൻചാറ്, അത് സൂപ്പർ ആയിരുന്നു. Thank you. ഒരു രക്ഷയില്ല അവിടെ. Thank you. അത് പടാവോ? ഹേ അയ്യടാ മീൻചാറ് കണ്ണിൽ തെറിച്ച് അയ്യയ്യോ നീറുന്നടാ. നീറുന്നടാ. എന്നിട്ട് ഊതടാ ചുമ്മാതെ കണ്ടോണ്ടിരിക്കാതെ ഊച്ചാളി കുഞ്ഞങ്ങരാ. ഹേ അയ്യടാ മീൻചാറ് കണ്ണിൽ തെറിച്ച് അയ്യയ്യോ നീറുന്നടാ. ഊതടാ ചുമ്മാതെ കണ്ടോണ്ടിരിക്കാതെ ഊച്ചാളി കുഞ്ഞങ്ങരാ. അതുപോലെ തന്നെ രാഗേന്ദു കിരണങ്ങൾ പാടി നടന്നു വന്നില്ലേ? അതെങ്ങനെയാ നടത്തം? അതിന്റെ ട്യൂണില് സൂപ്പർ സൂപ്പർ. നമ്മള് പറയുന്ന പോലെ റൈക്ക വേർഷൻ 2.0 റൈക്ക ഈസ് റോക്കിംഗ്. ദ റോക്കിംഗ് ഗേൾ റൈക്ക. Thank you. പിന്നെ എല്ലാം ശ്രുതി വ്യത്യാസമാണ്. ഓരോന്നും ഓരോ അല്ലേ, അതിങ്ങനെ മാറി മാറി വരും. അവർക്കും ബുദ്ധിമുട്ടാണ്. താളവും മാറണം, ശ്രുതി താളം ട്യൂണൊക്കെ വേറെ, എല്ലാം വേറെ. ഇത്രയും പാട്ടിന്റെ ഒരു മെഡ്ലിയാണ് ഈ പാട്ടല്ലേ. എല്ലാത്തോടും ഒറിജിനലും കേട്ടിട്ടില്ലേ, പാരഡിയും കേട്ടിട്ടില്ലേ ഞാന്. ഒന്നും കേട്ടിട്ടില്ല. ഇതാ മുതലേ കേൾക്കறீங்க. ஆமா. முதல்ல கேக்குறீங்க. சூப்பரா இருந்தது, ரொம்ப சூப்பரா இருந்தது. Thank you. இந்த மாதிரி எல்லாம் ஒரு இன்டர்வியூ பண்ணட்டுமா? இந்த மாதிரி எப்படி பாட முடியும்? பிராக்டிஸ் பண்ணி பாட முடியும். அப்ப இப்ப ஃபேன்ஸ் எல்லாம் என்ன சொல்றது? ஃபேன்ஸ் எல்லாம் எங்கிட்ட வந்து தமிழ்ல தான் பேசுறா. தமிழ்ல மட்டும் தான் பேசுறோமா? நிறைய கேரளால இருக்கிறவா, நான் நிறைய ஹோட்டல்ஸ்க்கு போனா வந்துட்டு எல்லாருக்கும் புரியுது. அல்ல மலையாளம் தெரியுமா எல்லாரும் கேக்குறா. இந்த மாதிரி இம்ப்ரூவ் பண்ணி இருக்குன்னு சொல்றீங்க? எல்லாரும் நன்னா பாடுறான்னு தான் சொன்னா. நல்லா ரொம்ப நல்லா பாடுறேன்னு. அப்ப அதுல ഫാൻസിൽ ആരെ ഇഷ്ടം? രണ്ടുപേരും ഇഷ്ടം. ഇന്റർവ്യൂ ഇത് കഴിഞ്ഞ കേളു ഫാൻസ് ആണ് അമ്പത്തൂർ കേളു ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് സെക്രട്ടറി, ഞാൻ പ്രസിഡന്റ്, ട്രഷറർ. காசடிச்சு வரல. நான் பாக்குறது வந்து எங்கேயோ இங்கே அது ஸ்ருதி எல்லாம் கொஞ்சம் ப்ராப்ளம் ஆச்சு. கியா ஹுவா பாடல அங்க ஸ்ருதி ஏதோ நோட் பண்ணி வச்சிருக்கு. ரொம்ப ரொம்ப ഐലയുടെ തല തിന്ന് കുഴിനാക്ക് പോലെ. ഇതെങ്ങനെ ഓരോന്ന് വായിക്കും? ഐലയുടെ തല തിന്ന് ആ ഭാഗം ശ്രുതി, ആ ഭാഗത്തില് ശ്രുതി ചൊറിമാന്തി ശ്രുതി. அங்கேதான் ശ്രുതി கரெக்டா சேரணும். அது கரெக்டா சேரல. എന്നത് ரொம்ப இம்பார்ட்டன்ட் കള്ളന്ന് തന്നെ പണയം വെച്ച് പിന്നെയും കുടിച്ചിട്ട് തെമ്മാടി എന്ന് വിളിക്കും. അங்கே வந்து கொஞ்சம் ശ്രുതി. പിന്നെ താളം എങ്കെ ഒരു കുടം മാത്രം കണ്ണിൽ, അതില് താളം ഇല്ലായിരുന്നു. അത് എപ്പടി? അത് താളം വേണമേ, എതുക്കും താളം വേണമേ. அது எப்படின்னா அப்ப மார்க் எத்தனை கொடுக்க முடியும்? எல்லாம் பார்த்தா எப்படி மார்க் கொடுக்க முடியும்? ரொம்ப எரர்ஸ் இருக்கு. அதெல்லாம் பார்க்காதீங்க. அது பேச்ச போட முடியாத எரர்ஸ். நீங்க எல்லாரும் இங்க வந்தாச்சு, பின்ன ஏன் அதெல்லாம் பாக்குறாள்? அதெல்லாம் இங்கே வச்சுட்டு வாங்க. ஓ அது சரி. இது இப்படி என்ன பண்ணலாம்? ராக்கெட் ஆக்கி பறத்தி விடலாம். அப்படி போடுங்க. அப்படி போட்டு
എല്ലാം ഭയപ്പെട്ട് പോട്ട്. അപ്പൊ റൈക്ക going to be awarded 100 on 100 today. നമ്മുടെ കേളുവാണ് ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ. சூப்பர் கேளு. താങ്ക് യു. இப்படியே பாடுங்க. ഓക്കെ நல்லா இருக்கே. താങ്ക് യു. കേളു ഇത് പ്ലാൻഡ് ആയിരുന്നു. 1 2 3 4 5 6 കേളു എണീച്ചു. ഇതില് പോടலாம். കേളു വേഗം അതിനകത്ത് ഇട്ടോ. ഉള്ള പോടலாம். இதுக்குள்ள போட்டுருங்க. പല്ല് തേക്കാനുള്ള ബ്രഷും പേസ്റ്റും മുട്ടയും. വില്ലി വൈറ്റ് കൊടുക്കறதுக்கு ഒരു കള്ളത്തരം കാണിക്കുന്ന വില്ലി വൈറ്റ് കൊടുക്കறதுக்கு வந்து கொஞ்சம் அரேஞ்ச்மெண்ட் இருக்கு. ஒரு செகண்ட். ഓ ഇന്ന് മാസായിട്ടാ കൊടുക്കുന്നത്. അതെ 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 ഒടിയൻ. അതെ ഇപ്പൊ മാസം റൈക്ക കുട്ടിക്ക് വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് കൺഗ്രാറ്റുലേഷൻസ്. മാസ് എം ജെ ഞങ്ങൾ തരുന്നു. പല്ലെല്ലാം നല്ല തേക്കരേ ഉള്ളേ. ഓക്കെ ഇല്ലാന്ന് കേക്കണം. സന്തോഷേ. നമ്മളെല്ലാരും സൂക്ഷിക്കണം. മാസ് എം ജെ ഞങ്ങളാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത്. സോ താങ്ക് യു കേളു ചേട്ടാ. താങ്ക് യു. ബൈ ബൈ. ഗുഡ് നൈറ്റ്. എം ജെ അങ്കിൾ, നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ഈ ഒരു ജേർണി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക്, അടുത്ത ഘട്ടത്തിലേക്ക് കയറാനുള്ള സമയമായിരിക്കുകയാണ്. ഇന്ന് എലിമിനേഷൻ ഡേ ആണ്, നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ. ആരൊക്കെ നമ്മളോടൊപ്പം അടുത്ത ഘട്ടത്തിലേക്ക് ഉണ്ടാവും, ആരൊക്കെ ഈ സ്റ്റെപ്പിൽ നിന്ന് വിട പറഞ്ഞ് തൽക്കാലത്തേക്ക് മാത്രം നമ്മുടെ ടോപ്പ് സിംഗർ എന്നൊന്ന് വിട്ടു നിൽക്കും എന്നൊക്കെ നമ്മൾ അറിയാൻ പോവാണ് അല്ലേ? എന്തോ എനിക്കും നമുക്കും തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് അതെ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്നുള്ളത്. അടുത്ത ഒരു റൗണ്ടിലേക്ക് ആരൊക്കെ സെലക്ട് ചെയ്യപ്പെടും എന്നുള്ളത്. കുറച്ചു പേർക്ക് ഒരു ഇടവേള നമുക്ക് കൊടുത്തേ മതിയാകും. പക്ഷെ ഞാൻ യഥാർത്ഥത്തിൽ പറയാൻ വരുന്ന ഇതൊന്നുമല്ല. ഇവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ, അതൊരു നിറക്കൂട്ടാണ്, സ്നേഹത്തിൻ്റെ നിറക്കൂട്ടാണ്. ഞാൻ എപ്പോഴും നോക്കും, അവർ തമ്മിൽ മത്സരങ്ങളില്ല. എപ്പോഴും ആ സൗഹൃദവും സ്നേഹവും മാത്രമാണുള്ളത്. അത് എനിക്ക് കൂടുതൽ ബോധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം, അതൊരു വലിയൊരു ഉദാഹരണമാണ്. നമുക്ക് ആ ഷോർട്ട് ഫിലിം ഒന്ന് കണ്ടാലോ? ഇപ്പോഴാണ് ഞാൻ കുറുമ്പ് കാണിക്കാന്നാണ് അമ്മ എല്ലാവരോടും പറയാ. ഇവൻ ശരിക്കും ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കുവോ? തള്ളു അല്ലടാ, ചെലപ്പോ ശരിയായിരിക്കും. ചിക്കൻ കറി ഉണ്ടാക്കാൻ സിമ്പിൾ ആണല്ലോ. പിന്നല്ലേ, ചിക്കൻ, സവാള, കുറെ മസാല, പിന്നെ കുക്കറിലിട്ട് 2 വിസില്, ചിക്കൻ കറി റെഡി. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. ഞാൻ വീട്ടിലെല്ലാ ദിവസവും ഉണ്ടാക്കാറുണ്ട്. എന്തോ എങ്ങനെ? അങ്ങനല്ല, എന്റെ അമ്മ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ കറക്റ്റാ. ഇവള് കറി ഉണ്ടാക്കോ ഇല്ലെന്നല്ല നമ്മുടെ പ്രശ്നം. ഇവൻ പറഞ്ഞ തള്ളാണോ സത്യമാണോ നമുക്ക് അറിയണം. അതറിയണം. പക്ഷെ ഇവിടെ ഇപ്പൊ തള്ളാൻ ഞാൻ മാത്രം മതി, വേറൊരു തള്ളല് വേണ്ട. നമുക്കിപ്പൊ പോയി അത് കണ്ടുപിടിക്കാം. ബാ. ഇരുട്ട് കുറച്ച് കൂടി, സംശയം നാളെ തീർക്കാം. ബാ 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 ബാ. എന്താ നീ ഭയങ്കര തള്ളാണല്ലോടാ. ചിക്കൻ കറി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, അതിന് ഇത്ര വലിയ ബിൽഡപ്പിന്റെ ആവശ്യമൊന്നുമില്ല. ചിക്കൻ കറി മാത്രല്ല, മീൻകറി ഞാൻ ഉണ്ടാക്കും. എല്ലാ കറിയും ഞാൻ ഉണ്ടാക്കും. ഇത് തള്ളു കേൾക്കുമ്പോഴേ അറിയാം. ഞാൻ തള്ളുവോ തള്ളാതിരിക്കുക ചെയ്യും. നിനക്കെന്താ?
നീ ഈ തല ഞാൻ ഫ്ലോറിൽ ചെന്ന് പറയും. പറഞ്ഞോ? അത് ലിറ്റിൽ ഏഞ്ചൽസിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. നീ ആരെ കൊണ്ട് പറയിപ്പിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. എന്നാ കേട്ടോ, എനിക്കൊരു കറി ഉണ്ടാക്കാൻ അറിയില്ല. എല്ലാം ഞാൻ തള്ളിയതാ. നിനക്കെന്തുണ്ടാ? നിനക്കെന്തുണ്ടാ? നിനക്കെന്തെങ്കിലും ഉണ്ടോ? ഇതിനെന്തേലും ഉണ്ടോടാ? കുഴപ്പമുണ്ടാ? ഇത് ഞങ്ങൾ ഞങ്ങളുടെ പേജ് ഷെയർ ചെയ്ത് എങ്ങനെ ഇരിക്കും? എടാ നിങ്ങൾക്കൊക്കെ എന്താടാ വേണ്ടേ? ഗുഡ് ക്വസ്റ്റ്യൻ. നീ ഈ പറഞ്ഞ കറി നമ്മക്കും വെച്ചരണം, അതും മീൻ കറി. ഇല്ലേലും ഈ വീഡിയോ ഇപ്പൊ വൈറലാവും മോനെ. മീൻകറി ഞാൻ ഉണ്ടാക്കാം, പക്ഷെ നിങ്ങൾ എല്ലാരും എന്റെ കൂടെ നിൽക്കണം. എനിക്ക് ഫ്രഷ് മീൻ തന്നെ വേണം, അതും പുഴയെന്ന്. സെറ്റാക്കാം. വിളി വിളി ടോപ്പ് സിംഗറിലുള്ള എല്ലാ പിള്ളേരും വിളി. പല വഴിക്ക് വിട്. നീ സാധനങ്ങളുടെ ലിസ്റ്റ് എടുക്ക. നിനക്ക് സാധനങ്ങളെല്ലാം എത്തും. നീ കറി മാത്രം വെച്ചാ മതി. വാ. ഇതിപ്പോ മീൻകറി ഉണ്ടാക്കും. ഹലോ, നീയൊക്കെ പുഴ വറ്റിച്ചാണോടാ മീൻ പിടിക്കാൻ പോന്നെ? എത്ര നേരമായിടാ നീ മീൻ പിടിക്കാൻ പോയിട്ട്? എടാ നിനക്ക് ഫ്രഷ് മീനല്ലേ വേണ്ടത്? അത് കിട്ടാൻ സമയം എടുക്കും. 10 മിനിറ്റ്. ഫോൺ കട്ട് ಮಾಡಿ ಹೋಗಿ. ജിതേ, നീ വിളവെടുക്കാൻ പോയതല്ലോ? വരുവല്ലേ? വിളച്ചലെടുക്കല്ലേ, പിള്ളേരെയും കൊണ്ടൊന്ന് വേഗം വരണം. അതെ, വന്നി നിക്ക്. പിള്ളേരെ വേഗം നടന്ന അവൻ ചൂടാവണം. ഒന്നിനും ഒരു ഉത്തരവാദിത്വമില്ല. സുഹൃത്തുക്കളെ, നമ്മുടെ സാരംഗ് ഇന്ന് നമുക്ക് വേണ്ടി മീൻകറി ഉണ്ടാക്കുന്നതാണ്. എല്ലാരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. ചുമ്മാ ചമയ്ക്കാതെ ഏതാതൊരു കഥ ചൊല്ലി ചമയ. ഞാൻ കഥ പറയാം. പണ്ടെന്നെ അമ്മേനും ചേട്ടാനൊക്കെ അമ്പലത്തിപ്പോ എന്റെ പൊന്നു മോനെ, നിന്റെ അച്ഛനെ ഒരു കൊച്ചു വന്ന് കെട്ടിപ്പിടിച്ച കഥയല്ലേ ഞങ്ങൾക്കറിയാം. ഇന്ന് ഞാൻ വേറൊരു കഥ പറയാം. പണ്ട് ഞാൻ കിച്ചണില് കുക്കിംഗ് ചെയ്യാൻ പോയപ്പം ഗ്യാസ് പൊട്ടിത്തെറിച്ചു. ഇവിടെ പാട്ട് മതി, കഥയൊന്നും വേണ്ട. ആരാ പാടാൻ പോന്നേ? സുഭദ്ര. ആ, സുഭദ്ര പാടിക്കോ. പെണ്ണെ പൊന്നെ പുന്നാരക്കിളിയേ, പെണ്ണെ പൊന്നെ പൊന്നാരക്കിളിയേ, വാ വന്നേ വന്നേ വരലുമീൻ വന്നേ, വാ വന്നേ വന്നേ വരലുമീൻ വന്നേ, ആ കത്തിയെടുത്ത് കൊത്തിമിനുക്കടിയേ, ആ കത്തിയെടുത്ത് കൊത്തിമീനുക്കടിയേ, വാ വരവരഞ്ഞു വരഞ്ഞു കിറടിയേ, വാ വരവരഞ്ഞു വരഞ്ഞു കിറടിയേ, പുളി 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 കുടം പുളി, പുളി 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 കുടം പുളി, വെളു 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 വെളുത്തുള്ളി, വെളു 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 വെളുത്തുള്ളി, കറി 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 ചട്ടി, കറി 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 ചട്ടി, തിള 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 തിളക്കട്ടെ, തിള 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 തിളക്കട്ടെ, പെണ്ണെ പൊന്നെ പുന്നാരക്കിളിയേ, പെണ്ണെ പൊന്നെ പൊന്നാരക്കിളിയേ, വാ വന്നേ വന്നേ വരലുമീൻ വന്നേ, വാ വന്നേ വന്നേ വരലുമീൻ വന്നേ, ആ കത്തിയെടുത്ത് കൊത്തിമിനുക്കടിയേ, ആ കത്തിയെടുത്ത് കൊത്തിമിനുക്കടിയേ, വാ വരവരഞ്ഞു വരഞ്ഞു കിറടിയേ, ആ വരവരഞ്ഞു വരഞ്ഞു കിറടിയേ, ആ നോക്ക് 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 വരല് കറി പാകായിട്ടുണ്ടേ, ആ നോക്ക് 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 വരല് കറി പാകായിട്ടുണ്ടേ, ആ നോക്ക് 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 വരല് കറി പാകായിട്ടുണ്ടേ,
പാകായിട്ടുണ്ട്. പെണ്ണെ പൊന്നെ പുന്നാര കിളിയേ വാ വന്നേ വന്നേ വരലുമീൻ വന്നേ ആ കത്തിയെടുത്ത് കൊത്തി മിനുക്കടിയേ വാ വരഞ്ഞു വരഞ്ഞു കിരടിയേ. താങ്ക് യു. ഇത്ര അടിപൊളി ഫുഡാ. ഇതാണ് അവര് നല്ലതെന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് കള്ളം പറഞ്ഞ്? ഫുഡിനൊരു ടേസ്റ്റും ഇല്ലല്ലോ, വായിൽ വെക്കാൻ പോലും കൊള്ളൂല. എടാ നീ ഈ കറി ഉണ്ടാക്കാൻ റെഡി ആയതുകൊണ്ടല്ലേ നമുക്ക് ഇത്രയും വലിയൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് കിട്ടിയത്, നല്ലൊരു വൈബ് അടിച്ച് പൊളിക്കാൻ പറ്റിയത്. നീ ഉണ്ടാക്കിയ കറിയും സൂപ്പറാ, നമ്മൾ ഉണ്ടാക്കിയ വൈബും സൂപ്പറാ. എന്താ ശരിയല്ലേ? വാളിയാ അടിപൊളി. എനിക്ക് അവരുടെ കൂട്ടത്തിൽ കൂടാൻ തോന്നുന്നു. ആ സത്യം. അതെ, എനിക്ക് ആ മീൻകറിയൊക്കെ കൊതി വന്നിട്ടോ. പിന്നെ റിയാൻകുട്ടന്റെ ഡയലോഗ്, നിങ്ങൾ കുളം വെച്ചിട്ടാണോടാ മീൻ പിടിക്കാൻ പോയത്? അതെ, അപ്പൊ എല്ലാം ഇവര് തന്നെ ചെയ്തതാണ്. പക്ഷെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മകളെ, അങ്കിളൊരു കാര്യം പറയട്ടെ, ഭയങ്കര അഭിമാനമുണ്ട് നമ്മുടെ മക്കളെ കുറിച്ച്. എപ്പോഴും സ്നേഹമുണ്ട്, സ്നേഹമുള്ളത് അതാണ് നമ്മൾ ഒന്നിച്ചാക്കുന്നത്. എപ്പോഴാണോ സ്നേഹം ഇല്ലാണ്ടാവുന്നത് അപ്പോൾ നമ്മൾ പലതായി പോകും, അല്ലേ? സ്നേഹം എന്ന് പറയുന്നത് വണ്ണസ്സാണ്, അതാണ് ഒത്തൊരുമ, അതാണ് നാളെയിലേക്ക് നമ്മളെ നന്മയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഫ്യൂച്ചറിന് നമ്മളെല്ലാവരും ഒന്നായിരിക്കുക എന്നുള്ളതാണ്, അല്ലേ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും കളിച്ചും മ്യൂസിക്കിലൂടെ എങ്ങനെ യാത്ര ചെയ്യല്ലേ, അല്ലേ കുഞ്ഞുങ്ങളെ? അങ്കിളിന് ഭയങ്കര പ്രൗഡാണ് ഇത് കണ്ടപ്പോൾ കേട്ടോ. ഇന്ന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് സ്റ്റേജിലോട്ട് വിളിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം, അല്ലേ? അപ്പൊ വെൽക്കം മൂന്നാളും. അപ്പൊ നമ്മുടെ 3 കൂട്ടുകാരും എത്തിയിരിക്കുകയാണ് സ്റ്റേജിൽ. ഇനി എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ടോപ്പ് സിംഗർ സീസൺ 6 ഇന്ന് തൊട്ട് അടുത്ത ഘട്ടത്തിലേക്ക് കയറാനായിട്ട് പോവാണ്. നമ്മൾ ഈ മണ്ണിലേക്ക് വിത്ത് പാകില്ലേ, അതുപോലെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ഒരു സംഗീതത്തിൻ്റെ മണ്ണിലൂടെയുള്ള ഒരു യാത്രയിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ വിത്ത് പാകുമ്പോഴത്തേക്കും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വലിയ വലിയ വൃക്ഷങ്ങളായിട്ട് അവർ വളരുന്നുണ്ടാവും. അത് കണ്ട് അഭിമാനിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഇരിക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ഒരു ഗൈഡൻസ് ആണ്, ഒരു സൗഹൃദമാണ് നമ്മുടെ. അതുകൊണ്ടാണ് നമ്മൾ കൂട്ടുകാരാവുന്നത്, നമ്മൾ ജഡ്ജസ് ആവാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മൾ ഈ ടോപ്പ് സിംഗർ സീസൺ 6 നമ്മൾ സെപ്റ്റംബറിൽ തുടങ്ങി, ഇപ്പോൾ ഏകദേശം 6 മാസമാവുന്നു. അപ്പോഴത്തേക്കും നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിയേ തീരൂ. അപ്പോൾ നമ്മൾ നമ്മുടെ കുറച്ച് കൂട്ടുകാർക്ക് നമ്മളൊരു ഇടവേള ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് നീങ്ങിയാലോ? തീർച്ചയായിട്ടും. അടുത്ത ഘട്ടത്തിലേക്ക് വരാത്ത കുട്ടികൾ, അവരും നമ്മുടെ ടോപ്പ് സിംഗറിൻ്റെ ഈ വേദിയുടെ ഹൃദയഭാഗം തന്നെയാണ്. നമുക്ക് എപ്പോഴും അവർക്ക് വേണ്ടിയിട്ട് ഈ വേദി ഇവിടെ ഉണ്ടാവും, നമ്മളും ഉണ്ടാവും. ഇനി ആരൊക്കെയാണ് നമ്മുടെ ടോപ്പ് സിംഗറിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മളോടൊപ്പം ഉണ്ടാവുക എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം നമ്മുടെ ടോപ്പ് സിംഗേഴ്സ്, ടോട്ടൽ 26 കണ്ടസ്റ്റൻസ് ആണ് നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6 അവരെല്ലാവരെയും നമുക്കൊന്ന് സ്ക്രീനിൽ കാണാം, അല്ലേ? MJ അങ്കിൾ, ആര്യ ചേച്ചി, മധു അങ്കിൾ, അപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത് പോലെയുള്ള ആ ഒരു സമയം, ആ ഒരു നിമിഷം വന്നെത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ അറിയാൻ പോവാണ് ആരൊക്കെയാണ് ഇനി മുന്നോട്ട് നമ്മളോടൊപ്പം ഈ ജേർണിയിൽ സഞ്ചരിക്കുക എന്നുള്ളത്. തൽക്കാലത്തേക്ക് ആരൊക്കെയാവും ഈ ജേർണിയിൽ നിന്ന് മാറി നിൽക്കുക എന്നൊക്കെ ഉള്ളത് നമ്മളിപ്പോൾ അറിയാൻ പോവാണ്.
നമുക്ക് സ്ക്രീനിൽ കാണാം അല്ലേ? നമ്മളിപ്പോൾ കണ്ടു ആരൊക്കെയാണ് ടോപ്പ് സിംഗർ സീസൺ 6ന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മളോടൊപ്പം യാത്ര ചെയ്യുക എന്നുള്ളതാണ്. 2 പേരാണ് ഇതിൽ നിന്നും, നമ്മുടെ ജേർണിയിൽ നിന്നും തൽക്കാലത്തേക്ക് മാത്രം, ഞാൻ എടുത്തെടുത്ത് പറയാണ്, തൽക്കാലത്തേക്ക് മാത്രം മാറി നിൽക്കുന്നത് അല്ലേ എം ജെ അങ്കിൾ? നമ്മള് ലൈഫ് എന്ന് പറയുന്നത് വലിയൊരു ബുക്കാണ്. അതിലെ ഒരു ചാപ്റ്റർ ആയിരിക്കും ഒരു പക്ഷേ ടോപ്പ് സിംഗർ അല്ലെങ്കിൽ ടോപ്പ് സിംഗർ സീസൺ 6 എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചത്. ആ ചാപ്റ്റർ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കാനാണ് നമ്മൾ അവരുടെ കൂടെ തന്നെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. അവിടെ സ്നേഹവും കരുതലും ഇഷ്ടവും ഒക്കെ മാത്രമാണ് നമുക്കുള്ളത്. ഈ ഘട്ടത്തിൽ നമ്മുടെ 2 കൂട്ടുകാർ തൽക്കാലത്തേക്ക് ഇവിടുന്ന് മാറി ഒരു വേറൊരു യാത്രയിലേക്ക് പോകുന്ന ഒരു അവസരമാണ്. അപ്പോൾ അത് ആരാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് നമ്മുടെ 2 ചങ്കുകളാണ്. സിദ്ധു എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സിദ്ധലക്ഷ്മി, അതുപോലെ നമ്മുടെ പാർക്കുട്ടി, നമ്മുടെ പ്രിയപ്പെട്ട പാർക്കുട്ടി ഗൗരി നന്ദക്കുട്ടി. ഈ 2 കുഞ്ഞുങ്ങളോടും എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളിവിടെ ഉണ്ട്, നിങ്ങളുടെ കൂട്ടുകാരെല്ലാം ഇവിടെ ഉണ്ട്. ഈ വാതിലുകൾ എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇവിടെ തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു പോസാണ്, പോസ്, അത്രേ ഉള്ളൂ. എപ്പോഴും നമ്മളിൽ നിറഞ്ഞു നിൽക്കേണ്ടത് തീർച്ചയായിട്ടും സന്തോഷങ്ങളാണ്. ആ സന്തോഷങ്ങളിലേക്ക് പോയിക്കൊണ്ട് ഈ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിനുവേണ്ടി എൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കുഞ്ഞാറ്റാ, ആ പാട്ടൊന്ന് പാടിത്തരണം കേട്ടോ. എല്ലാവരും പോരെ? പെണ്ണെ പൊന്നെ പുന്നാരക്കിളിയേ, പെണ്ണെ പൊന്നെ പുന്നാരക്കിളിയേ, വാ വന്നേ വന്നേ വരലുമി വന്നേ, വാ വന്നേ വന്നേ വരലുമി വന്നേ, ആ കത്തിയെടുത്ത് കൊത്തി മിനുക്കടിയേ, ആ കത്തിയെടുത്ത് കൊത്തി മിനുക്കടിയേ, വാ വര വരഞ്ഞു വരഞ്ഞു കിറടിയേ, വാ വര വരഞ്ഞു വരഞ്ഞു കിറടിയേ, പുളി കുടംപുളി പുളി 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 കുടംപുളി, വെളു 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 വെളുത്തുള്ളി വെളു 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 വെളുത്തുള്ളി, കറി 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 ചട്ടി കറി 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 ചട്ടി, ദിള 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 കട്ടി ദിള 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 കട, പെണ്ണെ പൊന്നെ പുന്നാരക്കിളിയേ, പെണ്ണെ പൊന്നെ പുന്നാര
വാ വന്നേ വന്നേ വരലുമിൻ വന്നേ, വാ വന്നേ വന്നേ വരലുമിൻ വന്നേ. ആ കത്തിയെടുത്ത് കൊത്തി മിനുക്കടിയേ, ആ കത്തിയെടുത്ത് കൊത്തി മിനുക്കടിയേ. വാ വര വരഞ്ഞു വരഞ്ഞു കിറടിയേ, വര വരഞ്ഞു വരഞ്ഞു കിറടിയേ. ആ നോക്ക് 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 വരല് കറി പാകായിട്ടുണ്ടേ, ആ നോക്ക് 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 വരല് കറി പാകായിട്ടുണ്ടേ. ആ നോക്ക് 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 വരല് കറി പാകായിട്ടുണ്ടേ, ആ നോക്ക് 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 വരല് കറി പാകായിട്ടുണ്ടേ. പെണ്ണെ പൊന്നെ പുന്നാര കിളിയേ, വാ വന്നേ വന്നേ വരലുമീൻ വന്നേ. ആ കത്തിയെടുത്ത് കൊത്തി മിനുക്കടിയേ, വാ വര വരഞ്ഞു വരഞ്ഞു കിറടിയേ.